ിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണവ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ഇന്ന്. വിഷയത്തിൽ വൈഷ്ണവയ്ക്ക് അനുകൂലമായ അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കും. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുകയാണ്. അമൽ, സംസ്ഥാനമാകെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് കർശനമായ നിർദ്ദേശം കൂടി ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും അനുഭാവപൂർവമായ ഒരു നിലപാട് എന്ന നിലയ്ക്ക് തന്നെ കാണാമോ? മാധു, ഇന്ന് 12 മണിയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. 12 മണിക്കത്തെ തീരുമാനം എന്ന് പറയുന്നത് കോടതിയിൽ നാളെയാണ് കേസ് പരിഗണനയ്ക്ക് വരുന്നത്. പക്ഷേ ഇന്ന് ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുത്ത് കോടതിയെ അറിയിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് 12 മണിയോടുകൂടി വോട്ടർ പട്ടികയിൽ പേരുണ്ടാകുമോ, മത്സരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം വൈഷ്ണയെയും അതോടൊപ്പം തന്നെ പരാതിക്കാരനായ ധനേഷിനെയും കോടതിയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കും. നേരത്തെ മാധു പറഞ്ഞതുപോലെ ഒരു അനുഭാവപൂർവമായ നിലപാട് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കുന്നു. വി.എം.നുവിന്റേതുപോലെയുള്ള സാഹചര്യമല്ല തിരുവനന്തപുരത്തേത്. വി.എം.നുവിന്റെ പേരേ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ വൈഷ്ണയുടെ കാര്യത്തിൽ വൈഷ്ണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തതാണ്. അതോടൊപ്പം തന്നെ വോട്ടർ പട്ടികയിൽ പേരുണ്ട്. പക്ഷേ അതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. വീട്ടു നമ്പർ അടക്കം മാറിയാണ് കിടക്കുന്നത്. അതിനാൽ തന്നെ വൈഷ്ണയ്ക്ക് വോട്ടവകാശം നൽകരുത് എന്നുള്ളതാണ് CPM നേതാവായിട്ടുള്ള ഈ ധനേഷിന്റെ പരാതിയിൽ പറയുന്നത്. എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് മുട്ടടയിലാണ്. മുട്ടടയിലെ LDF സ്ഥാനാർത്ഥി അംശു വാമദേവൻ, അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ, രണ്ടുപേരും പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. 2 ദിവസം വൈഷ്ണയുടെ പ്രചാരണം തടസ്സപ്പെട്ടിരുന്നു. നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കളത്തിലേക്ക് ഇറങ്ങിയ ആദ്യം പ്രഖ്യാപിച്ച പട്ടികയിൽ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് വൈഷ്ണ. അങ്ങനെ വൈഷ്ണ പ്രചരണം തുടങ്ങി, പോസ്റ്ററുകൾ അടിച്ച്, ചുവരെഴുത്തുകൾ നടത്തി, ഫ്ലെക്സുകൾ സ്ഥാപിച്ച് പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇത്തരമൊരു പ്രശ്നമുണ്ടായത്. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ വൈഷ്ണയ്ക്ക് മത്സരിക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ NGO അസോസിയേഷന്റെ മുൻ നേതാവ് കോട്ടത്തല മോഹൻ അടക്കമുള്ള ആളുകളുടെ പേര് പരിഗണിക്കുന്നുണ്ട്. ഇവിടെയും ഈ മുട്ടട വാർഡിലും ഒരു പ്ലാൻ B കോൺഗ്രസ് ആലോചിക്കുന്നു. ഇനിയിപ്പോൾ അഥവാ വൈഷ്ണയ്ക്ക് മത്സരിക്കാൻ പറ്റിയില്ല എങ്കിൽ വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കാനായി CPM രാഷ്ട്രീയം കളിച്ചു എന്നൊരു പ്രചരണവുമായി മറ്റൊരു സ്ഥാനാർത്ഥിയെ രംഗത്തേക്ക് ഇറക്കാനുള്ള ചർച്ചകളാണ് നടക്കുന്നത്. വൈഷ്ണയ്ക്ക് കോൺഗ്രസ് ഉള്ളത് 12 മണിവരെ എന്തായാലും ആകാംക്ഷയോടെ കാത്തിരിക്കുകയും